നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഇവിടെ ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ എന്താണ് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിലാണ് സാധാരണ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ദിവസങ്ങളിൽ ലഞ്ച് ബ്രേക്കിലാണ് ഞാൻ എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കാൻ പോണത്. ആ ഒരു മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പം എന്തെങ്കിലും തലേ ദിവസത്തെ ബാക്കി ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഇന്ന് അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ക്യുക്കായിട്ട് ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ സ്കൂളിൽ ഇയർ എൻഡ് സെലിബ്രേഷൻ ആണ്, ഇയർ എൻഡ് കൺസേർട്ടാണ് ഇന്ന് വൈകുന്നേരം. അപ്പം അവിടെ പോകണം, അതാണ് ഇന്ന് മെയിൻ ആയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ കവർ ചെയ്യാം വീഡിയോയിൽ നിന്ന്. അപ്പം ഇന്ന് ഉച്ച തൊട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. കുക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഒന്നുമില്ല. ഒരു പുളിങ്കറി പറഞ്ഞു കഴിഞ്ഞാൽ പുളിശ്ശേരി, ഞങ്ങളുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയാട്ടോ. ഞാൻ ഒരു കായ വെച്ചിട്ടുള്ള ഒരു പുളിങ്കറി, പിന്നെ എന്താണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കപ്പ, മീൻകറി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ചെയ്യണം കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കപ്പയും മീനും ഏട്ടൻ വെട്ടിത്തരുന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഏട്ടൻ ആക്ച്വലി മോളെ വിളിക്കാൻ വേണ്ടി പോയേക്കാണ്. അവളുടെ സ്കൂളിൽ ഇന്ന് ഉച്ചവരെയേ ഉള്ളൂ, 12 മണി വരെയേ ഉള്ളൂ. കാരണം ഇത് സെലിബ്രേഷൻ വൈകുന്നേരം ഉള്ളതുകൊണ്ട് അവർക്ക് രാവിലെ എന്തൊക്കെയോ പ്രാക്ടീസും അങ്ങനത്തെ എന്തൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ലഞ്ച് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി പോയിക്കാണ്. അവരിപ്പോൾ വരും. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു കറിയും മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യം ഓടി വന്നത് മോളുടെ ഫ്രണ്ടാണ് കേട്ടോ. അവൾ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷ പ്രകടനമാണ് കണ്ടത്. അവരുടെ പാരൻസ് അവരുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. Yes, because I was the helper yesterday. Oh, you were the helper yesterday? Yesterday or today? Yesterday? Yesterday? Yeah, can you open? I tried opening with my mom. ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ കായ അല്ലാണ്ട് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടുണ്ടാക്കില്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു നൊസ്റ്റു ഒരു കറി പോലെയാണ്. കാരണം അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ ചെറുപ്പമൊക്കെ ഓർമ്മ വരും. അപ്പോൾ അത് ഞാൻ മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കായിട്ടും കപ്പ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസിലെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഏട്ടൻ ആ സമയത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കായ ഏകദേശം വെന്ത് വന്നു. അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. തേങ്ങയും ജീരകവും, ചെറിയ ജീരകവും, പിന്നെ തൈരും ഒരു ചെറിയ പച്ചമുളകും ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ തടക്കയിടും. കടുക്, നമ്മുടെ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി സെറ്റായി. അതിന് ശേഷം ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മീൻകറിയുടെ റെസിപ്പീസ് ഞാൻ വിശദമായിട്ട് പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇതെല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കണേ. അങ്ങനെ വലിയ സ്പെഷ്യൽ റെസിപ്പിയൊന്നും അല്ല. സാധാരണ നമ്മൾ മുളകിട്ട് വയ്ക്കില്ലേ, അതാണ് ഉണ്ടാക്കണേ. ആകെയുള്ള വ്യത്യാസം നമ്മുടെ പുളി യൂസ് ചെയ്യുന്നത്, ചില നാട്ടിൽ കുടംപുളിയല്ലേ യൂസ് ചെയ്യുക, ഞങ്ങളുടെ നാട്ടിൽ വാളംപുളിയുടെ വെള്ളമാണ് യൂസ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കണേ.
അങ്ങനെ മീൻകറി റെഡിയായി. അതിന് ശേഷം നമ്മുടെ കപ്പ ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ അധികം ചൂടാവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലേക്കകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതും കൂടെ ഇട്ടിട്ടാണ് കപ്പ മിക്സ് ചെയ്തത്. അതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കിയായിരുന്നു. എല്ലാം സെറ്റായി. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജോലിയിലോട്ട് കയറി. ഞാൻ മിക്കവാറും ഈ ഡൈനിങ് ടേബിളിൽ നിന്നാണ് കേട്ടോ ജോലി ചെയ്യാറ്. എനിക്ക് മേലെ വേറെ ടേബിൾ ഉണ്ടായിക്കഴിഞ്ഞാലും വർക്ക് ടേബിൾ ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ സുഖം വേറെ എവിടെ നിന്നും കിട്ടില്ല. അതെന്താണെന്നറിയില്ല. ചിലപ്പം കിച്ചണൊക്കെ അടുത്താവുമ്പം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തോ ഇവിടെ ഇരുന്നാലേ എനിക്ക് ജോലി ശരിയാവുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ചുച്ചുണ്ണിയുടെ ഇയർ ആൻഡ് കൺസേർട്ടിന് വേണ്ടി പോവുകയാണ്. അല്ലേ ചുച്ചുണ്ണി? Can I eat all the biscuits? Oh. Or a little bit? You can eat. You can eat all the biscuits. I actually want to save some. Okay. വീട്ടിൽ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എല്ലാം ഷടപടയായിരുന്നു. ഓടി പിടിച്ചിട്ട് 5:30 സ്കൂളിലെത്തേണ്ടത്. നമ്മൾ ഇറങ്ങിയത് 5:20 നമ്മളൊരു 5:35 എത്തും. അല്ലേ ഏട്ടാ? വിമാനമല്ല, 5 മിനിറ്റ് വൈകിന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. 6 മണിക്കേ തുടങ്ങുള്ളൂ പ്രോഗ്രാംസ്. കുട്ടികളോടുത്ത് പരിപാടി ഇവിടെ സ്നോ തുടങ്ങിയിട്ടോ 2 ദിവസമായി. 2 എപ്പോഴാ തുടങ്ങിയേ? വെനസ്ഡേ തൊട്ടിട്ട് ഇപ്പോൾ സ്നോ ആണ്. ഇപ്പോൾ ഫ്രൈഡേ. കണ്ണ എന്താ ചെയ്യാൻ പോണേ ഇയർ ആൻഡ് കൺസേർട്ടിന്? What song? സോങ് ആണോ ഡാൻസ് ആണോ? We're doing dance, so like it's like a French song, and we also have a rainbow song. Oh. The rainbow song. If you don't know the rainbow song, it's like that actually is the song. I know. Yeah. Are you excited? As a grade 1 teacher, I feel incredibly privileged to share this special moment with all of you. Over the past few weeks, our little ones have worked so hard to prepare something truly wonderful for you. Listen with your eyes.
on Monday. Okay. You see me in there? You didn't see her? No, you saw that. That's my own. You put your jacket. Very nice. അങ്ങനെ നമ്മുടെ ഇയർ എൻഡ് കൺസേർട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ എത്തി അല്ലേ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു വാവേ? ഉറക്കം വന്നുണ്ടോ? ആണോ? ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ. സോ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം, കിടക്കണം, അത്രയേ ഉള്ളൂ. മോൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബാബ ഫുഡ്? Pasta. പാസ്ത? ജസ്റ്റ് പാസ്ത? No, pasta with garlic bread. And then we had juice. I got fruit punch. ആണോ? നൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ എന്തെങ്കിലും കപ്പയും മീനും ഒക്കെ കഴിച്ച് രാത്രി ഡിന്നർ കഴിഞ്ഞ് കിടക്കും. അത്രേ ഉള്ളൂ. ഇന്ന് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.